നമസ്കാരം. തകരാറിലായ സിസ്റ്റം നേരാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി റിയാസ്. അദ്ദേഹം ഏറ്റവും പുതുതായി ആരോപിക്കുന്നത് നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ മുരളീധരനെതിരെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണെന്നുള്ളതും അവിടുത്തെ സിസ്റ്റങ്ങൾ മൊത്തം ശരിയാക്കാനാണെന്നുള്ളതും അതെല്ലാം സിസ്റ്റം മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നുള്ളതും ഇതിനൊന്നും യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കാത്ത സംസ്ഥാന സർക്കാരാണ് നിലവിലുള്ളത് എന്നുള്ളതും ആരോഗ്യവകുപ്പിൻ്റെ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവ് കൂടിയാണ് നമ്മുടെ റിയാസ്. അപ്പം റിയാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സിസ്റ്റം മൊത്തം സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യത്തിൻ്റെ സിസ്റ്റം മൊത്തം ഫെയിലിയറായി കിടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഈ കാര്യം പറയുമ്പം ഈ സിസ്റ്റം ഇത്രയും കാലം കേടുവരുത്തിയത് ആരാണ് അപ്പ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ള പറഞ്ഞ പോലെ സിസ്റ്റം കേടുവരുത്തിയത് ആരപ്പ എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം ചെന്നെത്തുന്നത് അന്നത്തെ മന്ത്രിസഭയിലോട്ടായിരിക്കും. അന്നത്തെ മന്ത്രിസഭയുടെ തലമുതിർന്ന നേതാവ് അല്ലെങ്കിൽ ആ സഭയെ നയിച്ച നേതാവ് സ്വന്തം ഭാര്യയുടെ അച്ഛനായ പിണറായി വിജയനാണ് എന്നുള്ളത് റിയാസ് മറന്നുപോയോ എന്നുള്ളത് അറിയില്ല. അപ്പം എന്തായാലും റിയാസ് അത് മറന്നിട്ടുണ്ടെങ്കിൽ റിയാസിനെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് മുൻ കോഴിക്കോട് DCC പ്രസിഡൻ്റായിട്ടുള്ള കെ പ്രവീൺ കുമാർ MLA. നിലവിൽ MLA ആണ്, കോഴിക്കോട് DCC പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 2026 ഇലക്ഷനിൽ കോഴിക്കോട് നേരിട്ടത് ഇലക്ഷന്. അതിൽ ഏകദേശം ഒരു ബേപ്പൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും UDFന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു എന്താ പറയുക സാധ്യത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം അവിടെ വളരെ വ്യക്തമായി കണ്ടതാണ്. 2026 ഇലക്ഷനിൽ കോഴിക്കോട് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കീഴിൽ ഒരുമിച്ച് ഒരു മുന്നണി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരുമിച്ച് നേരിട്ടത് എന്നുള്ളത് ഇലക്ഷന്. അപ്പോൾ പ്രവീൺ കുമാർ അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇതേവരെ ഒരു കേന്ദ്ര ഏജൻസികളും ഈ പറഞ്ഞ പോലെ കരുണാകരൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ വട്ടമിട്ട് പാറിയിട്ടില്ല എന്നുള്ളതും ആരുടെ മുമ്പിലും തല കുനിക്കാത്ത നേതാവാണ് കരുണാകരനും അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരൻ എന്നുള്ളതും. അപ്പോൾ റിയാസ് ഇത്തരത്തിൽ സിസ്റ്റം നേരാക്കാനാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അമ്മായിയപ്പൻ്റെയും പിന്നെ ആ സിസ്റ്റമാണ് ആദ്യം ശരിയാക്കേണ്ടത് എന്നുള്ളത് ഉത്തരം കൂടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പം റിയാസ് ഈ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റ് കോൺഗ്രസിനുള്ളിലും UDFനുള്ളിലൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ളിൽ എന്താ പറയുക ഇത്തരത്തിൽ മുരളീധരൻ പോലും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലേറെ പക്വതയോടെ വളരെ കൃത്യമായി ഷാർപ്പായ ആക്യുറേറ്റായ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായ മറുപടിയാണ് DCC പ്രസിഡൻറ്റ് കെ പ്രവീൺ കുമാർ നിലവിൽ MLA കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു തഗ് ഡയലോഗ് കൂടിയുണ്ട്. മുതലക്കുട്ടിയെ നീന്താൻ പഠിപ്പിക്കേണ്ട, അതായത് മുതലക്കുട്ടിയെ നീന്താൻ പഠിപ്പിക്കേണ്ട എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ മുരളീധരനെ വകുപ്പ് നിയന്ത്രിക്കാൻ പഠിപ്പിക്കേണ്ട, അത് മുരളീധരനെ അറിയാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ എങ്ങനെയായിരിക്കണം ഒരു പ്രതിപക്ഷ നേതാവ് നയിക്കേണ്ടതെന്നുള്ളതും ഒരു പ്രതിപക്ഷ നേതാവ് എത്തരത്തിലായിരിക്കണം സംസാരിക്കേണ്ടതെന്നുള്ളതും പല കാര്യങ്ങളും പിണറായി വിജയനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഈ സർക്കാരിൻ്റെ പരാജയത്തിൽ ഒരു പരിധിവരെ പിടിച്ചു നിന്ന ഒരു നേതാവ് കൂടിയാണ് റിയാസ്. ഒരുപക്ഷെ ആ ഒരു ഹുങ്കായിരിക്കാം റിയാസിന് ഈ പറഞ്ഞ പോലെ നേരിട്ട് മുരളീധരനെ വെല്ലുവിളിക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. ഒന്ന് പിണറായി വിജയൻ്റെ മരുമകൻ എന്നുള്ള നിലക്ക് തനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നു. ആ മന്ത്രിസ്ഥാനം കിട്ടിയെന്ന് മാത്രമല്ല അതിൽ വലിയ തരത്തിലുള്ള ഒരുപക്ഷെ കഴിഞ്ഞ 10-15 വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റീൽസിന് വേണ്ടിയിട്ട് പണം ചിലവാക്കിയ ഒരു സർക്കാർ അത് മുൻപത്തെ സർക്കാരായിരിക്കും. അപ്പം ടൂറിസം വകുപ്പാണ് അതിലുണ്ടായിരുന്നത്. ആ വകുപ്പ് നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ റിയാസ് മാത്രമായിരുന്നു, റിയാസ് ഒറ്റയ്ക്കായിരുന്നു, റിയാസ് തനിച്ചായിരുന്നു. അപ്പം എന്തായാലും റിയാസ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പം ഈ പറഞ്ഞ മുരളീധരൻ പോലും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലേറെ വളർന്നു വരുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം മുൻ DCC പ്രസിഡൻ്റായ പ്രവീൺ കുമാറിൻ്റെ ഈ ഒരു മറുപടിയോട് കൂടി റിയാസിന് എന്തായാലും മാളത്തിലോട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടത്. കെട്ടിടങ്ങൾ മറിയുന്നു, കെട്ടിടം മറിഞ്ഞ് വീണ് ആളുകൾ മരിക്കുന്നു, ഹോസ്പിറ്റലിൽ ഷോർട്ടേജ് നടക്കുന്നു, നിപ്പ കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കോവിഡ് കാലത്തുണ്ടായ PPE കിറ്റിൻ്റെ തട്ടിപ്പ്, അട്ടിമറി, വളരെ ചുരുങ്ങിയ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയിലെ സാധനം കിട്ടുമ്പോൾ അതിലേറെ വിലക്ക് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ്. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിലോട്ടായിരിക്കും ഒരുപക്ഷെ
മരുമകനും കൂടിയായ റിയാസ് ഈ സിസ്റ്റത്തെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് പഴയ രീതിയിലുള്ള പഴയ കെട്ടിടങ്ങൾ വേണം എന്നുള്ളതും അത് വീണിട്ട് ആൾക്കാർക്ക് പരിക്ക് പറ്റണം എന്നുള്ള സിസ്റ്റമാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള വലിയ ചോദ്യത്തിലൂടെ കിടക്കുന്നുണ്ട്. എന്തായാലും റിയാസിന് മറുപടി കൊടുക്കാൻ ഈ പറഞ്ഞ പോലെ മുരളീധരനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരുടെയോ ആവശ്യമില്ല എന്നുള്ളത് കൂടിയാണ് അവിടെ തെളിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു DCC മാത്രം മതി. ഇപ്പം നിലവിൽ ഇപ്പോൾ നിയമസഭയിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും സഭയിലെ മൊത്തം MLA-മാരും പാടെ കൂടി ഇടതുപക്ഷത്തെ പിടിച്ച് ഒട്ടിക്കുന്ന സമ്പ്രദായമാണ് അവിടെ കാണുന്നത്. അവർക്ക് ഇത് യാതൊരുവിധ ശബ്ദമല്ല, അവർ നല്ല തഗ് മാസ് ഡയലോഗ് അടിച്ചിട്ടൊക്കെയാണ്. കാരണം സിനിമാ നടന്മാരായ ആൾക്കാരുണ്ട് അവിടെ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരുണ്ട്, ഒരു യൂത്തിൻ്റെ ഒരു ടീം തന്നെ ഉണ്ട് അവിടെ. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, നിയമസഭയിലും ഇങ്ങനെ പുറത്തും ഇങ്ങനെ, അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും റിയാസിനെതിരെ ഊക്കലും കിട്ടുന്നു. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം റിയാസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്.